الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇപ്രകാരമാണ്: സത്യവിശ്വാസികൾ കമസലിൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇദഷ്തക്കാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ ജസദ്, ആ അവയവത്തിന്
എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ മറ്റവയവങ്ങൾ അതിനോട് സഹകരിക്കുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. ഒരു പക്ഷേ ആ പങ്കുചേരൽ ബിസ്സഹർ വൽ ഹുമ്മ, രാത്രി ഉറക്കം കളഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പനി പിടിച്ചുകൊണ്ടായിരിക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ഒരു ശരീരത്തോടാണ് ഉപമിച്ചത്. അത് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, പരസ്പരമുള്ള അനുകമ്പയുടെ കാര്യത്തിൽ, പരസ്പരമുള്ള സാഹോദര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ശരീരം പോലെയാണ്. അപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ, ഈ അവയവത്തെ നമുക്ക് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി വയ്ക്കാൻ സാധ്യമല്ല. അത് നമ്മുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരൊറ്റ ശരീരമായി നമ്മളൊക്കെയും മാറുക. ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു പ്രയാസം നേരിട്ടാൽ മറ്റ് അവയവങ്ങൾ അതിനോട് സഹകരിക്കുന്നു. ആ സഹകരണം ഏതെങ്കിലും ഒരു അർത്ഥത്തിലല്ല, പൂർണ്ണമായ സഹകരണമാണ്. അതുകൊണ്ടാണ് ആ സഹകരണത്തെ കടുത്ത ഭാഷയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഒന്നുകിൽ ബിസ് സഹർ, രാത്രിയുള്ള ഉറക്കത്തെ അത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ബിൽ ഹുമ്മ, പനി പിടിച്ചിട്ട് പ്രയാസം അനുഭവിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഗസയിലുള്ള ഫലസ്തീൻ നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. നാം അറിഞ്ഞോ അറിയാതെയോ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ. ദിനേന വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ സംഭവം എന്ന നിലയിൽ നമ്മൾ ഇത്തരം വാർത്തകളെ കൈകാര്യം ചെയ്യുന്നു. ഗസയ്ക്ക് വേണ്ടി നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് പനി പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ എത്രത്തോളം ഉണ്ട് ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ എന്നത് ഈ ഹദീസിനെ, പ്രവാചക വചനത്തെ മുൻനിർത്തി നമ്മളൊക്കെയും പരിശോധിക്കേണ്ടതാണ്. ഈ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കയറി ചെല്ലാൻ ഒരു വീടുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ വീട്ടിൽ നമുക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ചൊക്കെ നല്ല ഭക്ഷണം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ടാകും. ജുമുഅ കഴിയുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ ഒരു ഇടമുണ്ട്. പക്ഷേ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് കയറി ചെല്ലാൻ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവിടെയും ഏതോ അർത്ഥത്തിൽ ജുമുഅ നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട് എന്ന പ്രതീക്ഷയില്ല. അവർക്ക് കഴിക്കാനായിട്ട് ആഹാരമില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ട് ആഹാരമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആഴ്ചകളായി അവർക്ക് ആഹാരം ലഭിച്ചിട്ട്. ഇന്ന് ലോകത്ത് പട്ടിണി കിടക്കുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് ഗസയാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും പട്ടിണി കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് ഗസ മാത്രമാണ്. അവിടെ ആഹാരം
ലഭിക്കാനായിട്ട് ആയിരക്കണക്കിന് ട്രക്കുകളാണ് അതിർത്തിയിൽ കാത്തുകിടക്കുന്നത്. പക്ഷേ പ്രവേശനമില്ല. ഗസയിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുന്നില്ല. ഈ ആയിരക്കണക്കിന് ട്രക്കുകളിൽ ആഹാര സാധനങ്ങൾ ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. പല മനുഷ്യാവകാശ പ്രവർത്തകരും ആഹാരം എത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഭരണകൂടം കവാടങ്ങളൊക്കെ അടച്ച് അതിനെ തടയുന്നു. അഥവാ പട്ടിണിക്കിടുക എന്ന ഒരു സമര രീതി ഇസ്രായേൽ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ പട്ടിണിക്കിടുക എന്നത് യുദ്ധക്കുറ്റമാണ്. രണ്ട് ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ഏറ്റുമുട്ടലിന് കുറേ നിയമങ്ങളുണ്ട്. അത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ യുദ്ധ നിയമങ്ങളിൽ പെട്ടതാണ് ശത്രു രാജ്യത്തുള്ള ആരെയും പട്ടിണിക്കിടാൻ പാടില്ല, അവരുടെ ആഹാര സ്രോതസ്സുകളെ തടയാൻ പാടില്ല, അവരുടെ ജലസ്രോതസ്സുകളെ തടയാൻ പാടില്ല. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യം ഗസയിലെ മനുഷ്യരുടെ ആഹാര സ്രോതസ്സുകളെ തടയുന്നു, അവരെ പട്ടിണിക്കിടുന്നു. ഇത് യുദ്ധക്കുറ്റമാണ്. ഇത് യുദ്ധക്കുറ്റമാണ് എന്ന് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യമുള്ള ഒരു ഭരണകൂടവും ഇന്ന് നിലവിലില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. യുദ്ധം ചെയ്യാം, പക്ഷേ ആ യുദ്ധത്തിനൊരു അതിർത്തിയുണ്ട്, അതിർവരമ്പുണ്ട്. അത് മറികടക്കാൻ പാടില്ല. ഇന്നേ വരെ എവിടെ നിന്നും ഒരു പ്രസ്താവനയും നമ്മൾ കേട്ടിട്ടില്ല. ഇസ്രായേൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. ആഴ്ചകളോളം പട്ടിണി കിടന്നിട്ട് എവിടെ നിന്നൊക്കെയോ ആഹാര സാധനങ്ങൾ വരുമ്പോൾ അത് വാങ്ങുവാൻ വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു ചെറിയ പാത്രവുമായി ക്യൂ നിൽക്കുന്ന നൂറുകണക്കിന് ഫലസ്തീൻ കുട്ടികൾ, ആ കുട്ടികളുടെ നേർക്ക് വെടിയുതിർക്കുന്ന ഇസ്രായേൽ പട്ടാളക്കാർ, അല്ലെങ്കിൽ അവരുടെ നേരെ ബോംബിടുന്ന ഇസ്രായേൽ പട്ടാളക്കാർ. നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. അഥവാ ആഴ്ചകളോളം കൃത്യമായി ആഹാരം കഴിക്കാതെ എവിടെ നിന്നോ ആഹാരം വരുമ്പോഴേക്കും അതിലേക്ക് ആഹാരം മേടിക്കുവാൻ വേണ്ടി ചെല്ലുന്ന ഈ പട്ടിണി പേക്കോലങ്ങൾ അവർക്ക് നേരെയാണ് വെടിയുതിർക്കുന്നത്. ഈ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ചിത്രമാണ് തെളിയുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ഇങ്ങനെ വെടിയുതിർക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? അങ്ങനെ വായിച്ച വാർത്തകൾക്കിടയിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെയും വായിച്ചു കാണും, യൂസുഫ് അൽ സഫാവി എന്ന പേരുള്ള 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ചിത്രം. വാരിയെല്ലുകൾ പുറത്തേക്ക് തള്ളി പട്ടിണി കിടന്ന് 6 മാസം പ്രായമുള്ള ആ കുഞ്ഞ് മരണപ്പെട്ടു. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അത് ചിത്രത്തിൽ അല്ലെങ്കിൽ വാർത്തയിൽ വന്നു. അങ്ങനെ വാർത്തകളിൽ വരാത്തത് ഒരുപാടുണ്ട്. ഈ 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് തൻ്റെ ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. അമ്മിഞ്ഞ കൊടുക്കാൻ അമ്മിഞ്ഞയില്ല. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പണ്ട് ഓടിയ ഒരു ഓട്ടമുണ്ട്. സഫാം മറുവ കുന്നുകളൊക്കെ നമുക്കറിയാം. തൻ്റെ കുട്ടി മരണാസന്നനായി കിടക്കുന്നു. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടിയാണ് അവർ ഓടിയത്. അതിൻ്റെ സ്മാരകമാണ് സഫയും മറുവയും. അതേപോലെ ഹാജറ ബീവിയെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു ഉമ്മ. ആ പിഞ്ചു കുഞ്ഞ് അവിടെ കിടന്ന് മരിക്കുന്നു. വെള്ളം കിട്ടിയില്ല, അമ്മിഞ്ഞയില്ല, ആഹാരമില്ല.
ഇതാണിപ്പോൾ ഗസ്സയുടെ ഒരു അവസ്ഥ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ നിന്ന് ഇതൊരിക്കലും വിസ്മരിക്കപ്പെട്ടു പോയിക്കൂടാ. നമ്മുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായും അവർ കടന്നു വരണം. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ശത്രു വിഭാഗത്തിൻ്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ, വിശ്വാസി സമൂഹത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടേതായ കാര്യങ്ങൾ അള്ളാഹുവോട് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ പ്രാധാന്യം കൊടുത്ത് തന്നെ ഗസ്സയ്ക്ക് വേണ്ടി നമ്മളൊക്കെയും ഫലസ്തീൻ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ഭയപ്പെട്ട ഒരു സംഗതിയുണ്ട്. ആ ഭയപ്പെട്ട സംഗതി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അത് പ്രകടിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടം ഉമറിൻ്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി വിശാലമായല്ലോ. അന്നാണ് റോമാ സാമ്രാജ്യമൊക്കെ, ആ ഏകാധിപതിയൊക്കെ പരാജയപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ലയിച്ചത്. റോമാ സാമ്രാജ്യം തകരുന്നു. റോമാ സാമ്രാജ്യം തകർന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സമ്പത്തിങ്ങനെ ഇസ്ലാമിൻ്റെ തലസ്ഥാനം അവിടേക്ക് കൊണ്ടുവരികയാണ്. സ്വർണ്ണവളകൾ, സ്വർണത്തിൻ്റെ കിരീടങ്ങൾ, ഇഷ്ടം പോലെ സമ്പത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇഷ്ടം പോലെ സമ്പത്താണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം വിതുമ്പി കരയുന്നു. അനുചരന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് കരയുന്നത്? നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ പ്രവാചകൻ എത്രമാത്രം പട്ടിണി കിടന്നാണ് അള്ളാഹുവിൻ്റെ ദീനിന് വിജയമുണ്ടാക്കിയത്. ഇപ്പോൾ ആ വിജയം കുറച്ചുകൂടി വ്യാപകമായല്ലോ. വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നല്ലോ. ഇപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് അനുചരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഈ സമ്പത്താണ് മുസ്ലിം സമുദായത്തിൻ്റെ നാശം. ഈ സമ്പത്താണ് മുസ്ലിം സമുദായത്തിൻ്റെ നാശം. അഥവാ ഈ സുഖലോലുപതയാണ് മുസ്ലിം സമുദായത്തിൻ്റെ നാശം. ഞാൻ അതിനെ വല്ലാതെ ഭയപ്പെടുന്നു. ഇന്ന് സുഖലോലുപതയിലാണ് അറബ് ലോകം നിലകൊള്ളുന്നത്. കൈ ചൂണ്ടാൻ അവർക്ക് ധൈര്യമില്ല. ഇസ്രായേൽ എന്ന ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു. അറബ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി തൻ്റെ ഇടത്തോടെ, ചങ്കുറപ്പോടെ ഇറാൻ എഴുന്നേറ്റ് നിന്നു. ഇസ്രായേൽ ഒന്ന് വിറച്ചു, അമേരിക്കയും ഒന്ന് വിറച്ചു. ഈ വൻ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ സാധ്യമാണ് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണത്. പക്ഷേ മറ്റുള്ളവർക്ക് മിണ്ടാനോ ഐക്യപ്പെടാനോ സാധിക്കുന്നില്ല. ഷിയ സുന്നി തർക്കത്തിലാണ്. ഏതാണ് ശരിയായ മുസ്ലിം? സുന്നികളാണോ ഷിയാക്കളാണോ? ആ കർമ്മശാസ്ത്രപരമായ തർക്കത്തിൽ അനൈക്യത്തിൽപ്പെട്ട് കിടക്കുന്നു. അവിടെയും നമുക്ക് ഐക്യപ്പെട്ടുകൊണ്ട് പൊതു ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സുഖലോലുപതയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ പൗരന്മാർ എന്ന രാജ്യത്തിൻ്റെ അതിർവരമ്പ് തിരിച്ചുകൊണ്ട് രാജ്യാതിർത്തിക്കുള്ളിൽ മാത്രം ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം മുഴക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ഹമാസ് എന്ന് പറയുന്ന ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ്യ എന്ന സംഘടനയുടെ തലയിൽ ചാർത്തി വച്ചിരിക്കുന്നു. ഫലസ്തീനികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഹമാസാണ്. ഹമാസിൻ്റെ നയങ്ങളാണ്. ഹമാസ് ഇല്ലായിരുന്നുവെങ്കിൽ ഫലസ്തീനികൾക്ക് ഈ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല എന്ന ചില വർത്തമാനങ്ങളൊക്കെ നമുക്കിടയിൽ വരെയുണ്ട്. അത് കൃത്യമായി ചരിത്രബോധത്തിൻ്റെ കുറവാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹമാസ് എന്ന് പറയുന്ന പ്രതിരോധ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഡിസംബർ 14, 1987 1987 ഡിസംബർ 14 രൂപീകൃതമായ ഒരു പ്രതിരോധ ഇസ്ലാമിക് മൂവ്മെൻ്റാണ് ഹറക്കത്തുൽ
മുഖാവമത്തുൽ ഇസ്ലാമിയ്യ അഥവാ ഇസ്ലാമിക് ഡിഫൻസ് മൂവ്മെന്റ്, ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം. ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രം രൂപീകൃതമായതോ 1948 എത്ര വ്യത്യാസമുണ്ട്! 948 ഇസ്രായേൽ പിറക്കുന്നു. 987 40 കൊല്ലം, 40ഓളം കൊല്ലം വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 48 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായ ശേഷം 40 കൊല്ലക്കാലം ഫലസ്തീനികൾ, ഗസ്സക്കാർ സുഖജീവിതത്തിലായിരുന്നോ? ഹമാസാണ് പ്രശ്നം എന്ന് പറയുന്നവര് ഒന്ന് ഉത്തരം നൽകണം. ഈ 40 കൊല്ലം ഗസ്സക്കാർ സുഖജീവിതത്തിലായിരുന്നോ? അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ലേ? അവരവിടെ സുഖമായി ഇന്ന് സൗദി അറേബ്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പോലെ, ഖത്തറിൽ ജീവിക്കുന്ന പോലെ സുഖമായി ജീവിക്കുകയായിരുന്നോ? അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ലേ? ഏറ്റവും അധികം കൂട്ടക്കൊലകൾ, പലായനങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണത്. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ സൗദിയിലേക്ക് പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ജോർദാനിലേക്ക് പലായനം ചെയ്തു. കാരണം കുടിയേറ്റ യഹൂദർ അവിടെ അധിനിവേശം നടത്തി ആട്ടിയോടിച്ചു. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ നാട് വിട്ടുപോയി. അവരുടെ ഒലീവ് തോട്ടങ്ങൾ കവർന്നെടുത്തു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ ഗോഡികുപ്പയിലേക്ക് ഒരു വിഭാഗം വരുന്നു. നിങ്ങളുടെ കാപ്പിത്തോട്ടങ്ങൾ, നിങ്ങളുടെ എസ്റ്റേറ്റുകൾ അവർ പറയുന്നു ഞങ്ങളുടേതാണ്. നിങ്ങൾ സകല രേഖകളും കാണിക്കുന്നു, സമ്മതിക്കുന്നില്ല. അവർ കൈയടക്കുന്നു ആയുധങ്ങളുമായി വന്ന്. അതിന് ഭരണകൂടത്തിന്റെ സപ്പോർട്ട്, എല്ലാ പത്രമാധ്യമങ്ങളും മീഡിയാസും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഈ ഗോണുകുപ്പയിലേക്ക് ഒരു വിഭാഗം ആളുകൾ ആയുധങ്ങളുമായി വന്ന് നിങ്ങളുടെ കാപ്പിത്തോട്ടങ്ങൾ, നിങ്ങളുടെ എസ്റ്റേറ്റുകൾ, നിങ്ങളുടെ ഭൂസ്വത്തുകൾ, നിങ്ങളുടെ വീട്, സമ്പത്ത് മുഴുവൻ കയ്യേറി നിങ്ങളെ നാട് കടത്തുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ സഹായിക്കാൻ ഭരണകൂടമില്ല, നിങ്ങളെ പറ്റി വാർത്തകൾ കൊടുക്കാൻ പത്രമാധ്യമങ്ങൾ, മീഡിയകളില്ല, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലീസില്ല, പട്ടാളമില്ല, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നാട്ടുകാരുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സംഘടിക്കും. നിങ്ങൾ സംഘടിച്ചിട്ടൊരു പ്രതിരോധ മുന്നണി ഉണ്ടാക്കും. എൻ്റെ വീട്, ഞാൻ ജനിച്ച നാട്, എൻ്റെ കാപ്പിത്തോട്ടങ്ങൾ, ഇതാണ് അവരും പറഞ്ഞത്. ഞങ്ങളുടെ ഒലീവ് തോട്ടങ്ങൾ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന വീടുകൾ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തരൂ. ഇന്ന് ഫലസ്തീൻ ഒരു അതോറിറ്റിയാണ്, രാജ്യം എന്ന് പോലും പറയപ്പെടുന്നില്ല. പക്ഷെ ഇസ്രായേൽ ഒരു രാജ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഫലസ്തീൻ ഒരു അതോറിറ്റി, താൽക്കാലിക സംവിധാനം. ഇസ്രായേലോ ഒരു രാജ്യമായിട്ട് മാറി. അതിനെല്ലാവിധ അംഗീകാരങ്ങളും. ഈ കടുത്ത അനീതിക്കെതിരെ 1987 ഇതിനെ പ്രതിരോധിക്കാനും ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മൂവ്മെന്റിന്റെ പേരാണ് ഹമാസ്. നമുക്ക് ഹമാസിനോട് യോജിക്കാം, യോജിക്കാതെ ഇരിക്കാം. ഹമാസിന്റെ നയങ്ങൾ, ഹമാസിന്റെ രാഷ്ട്രീയം നമുക്ക് വിയോജിക്കാം, നമുക്ക് യോജിക്കാം. അതൊക്കെ നമ്മുടേതായ താല്പര്യം. പക്ഷേ ഫലസ്തീനികൾ യോജിച്ചിരിക്കുന്നു. അവർക്ക് ഹമാസിന്റെ കാര്യത്തിൽ ഒരു വിയോജിപ്പുമില്ല. ഒറ്റക്കെട്ടായി ഹമാസിന്റെ പുറകിൽ ഫലസ്തീനികളുണ്ട്. സ്വതന്ത്രമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസിനായിരുന്നു വമ്പിച്ച വിജയം ആ നാട്ടിൽ. ഇതൊക്കെ ഈ ചരിത്രമാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഹമാസ് അല്ല, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്രായേലാണ്. ഹമാസിന്റെ നേരെയല്ല ചൂണ്ടേണ്ടത്, ഇസ്രായേൽ. നമ്മുടെ കൈകൾ അവിടേക്ക് ചൂണ്ടപ്പെടണം. ഇസ്രായേലാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്, അമേരിക്കയാണ്, അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടനാണ്. ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. ഒരു ജനവിഭാഗത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കിടയിൽ പ്രാർത്ഥനകൾ തീർച്ചയായും ഉണ്ടായിത്തീരണം. ഞാനിവിടെ ഓതി വെച്ച ഒരു ആയത്തുണ്ട്, ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഒരു വിഭാഗം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
അവർ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ആ ചരിത്രത്തെ മുൻനിർത്തി അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും അതേപോലെ പ്രതാപശാലിയുമായ അള്ളാഹു, ഏകനായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമയായ ഏകനായ അള്ളാഹു, ആ അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചത്. അതല്ലാതെ എന്ത് തെറ്റ് ഫലസ്തീനികൾ ചെയ്തു? അതും ഒരു ചോദ്യചിഹ്നമാണ്. ഇത് ഫലസ്തീൻ്റെ മാത്രം പ്രശ്നമാണോ? ഇന്ന് ആ ഫാഷിസം ശക്തിപ്പെട്ട് നമ്മുടെ രാജ്യത്തിലും നാം അറിയാതെ നമ്മുടെ പുറകിലും ഈ ഫാഷിസം ഉണ്ടല്ലോ. മാലേഗാവ് സ്ഫോടനം, അതിൽ പ്രതികളാക്കപ്പെട്ട മുഴുവൻ പേർക്കും അവരെ കുറ്റക്കാരല്ല എന്ന കോടതി വിധി നമ്മളൊക്കെയും കേട്ടുകഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ 2006, 2008 കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുസ്ലിം ചെറുപ്പക്കാർ മഹാരാഷ്ട്രയിൽ നിരന്തരമായി നടന്ന ബോംബ് സ്ഫോടനങ്ങൾ, അതിൻ്റെ പുറകിൽ മുസ്ലിം ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവരുടെ കുടുംബമടക്കം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു ചരിത്രം 2006ഉം 2008ഉം മാലേഗാവ് സ്ഫോടനങ്ങൾ നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. പക്ഷേ അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് അതിൻ്റെ പുറകിൽ മുസ്ലിങ്ങളല്ല, മറ്റൊരു വിഭാഗമായിരുന്നു. കൃത്യമായി ബോധ്യപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുപേർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് അവർ കുറ്റക്കാരല്ല എന്ന അർത്ഥത്തിൽ അവർ പുറത്തിറങ്ങി. ഇനി അവർക്കെതിരെ മറ്റൊരു തെളിവുമില്ല. ആ കുറ്റം അവിടെ തീർപ്പാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട കന്യാസ്ത്രീകൾ, അവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാഷിസം നമ്മുടെ അടുത്തേക്കും ശക്തമായ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു ഇസ്രായേൽ ഫലസ്തീൻ നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശക്തമായ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ഇത്തരം ശക്തികൾക്കെതിരെ പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഒരു പ്രയാസമുണ്ടായാൽ അതെൻ്റെ മാത്രം പ്രയാസമല്ല, എല്ലാവരും അതിൽ പങ്കാളിയാകുന്നു. ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിക്കുന്നു, അവർ സഹകരിക്കുന്നു എന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ മുൻനിർത്തി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ വിഷയം കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശ്വാസി സമൂഹത്തെ നോക്കി പറഞ്ഞ ഒരു കാര്യം, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. സൂറ ബക്കറയിലെ വലിയ ചർച്ചയുള്ള ഒരായത്താണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ അപകടം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 4 യുവാക്കൾ ദാരുണമായ രൂപത്തിൽ വാഹനാപകടത്തിൽ
മരണപ്പെട്ടു. ഈ പ്രദേശത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ മിക്കവരുടെയും മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ഒരു ദുരന്തത്തിൻ്റെ ചിത്രം മാഞ്ഞു പോയിട്ടില്ല. അത് കേട്ടപ്പോൾ ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ദുരന്ത വാർത്ത കേട്ടപ്പോൾ മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത വേദനയും പ്രയാസവും അനുഭവപ്പെട്ടു. 4 ചെറുപ്പക്കാരാണ് മരണപ്പെട്ടത്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. തീർച്ചയായും ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് വലിയ സമ്പത്താണ്. മരണപ്പെട്ടു പോയവർ മരണപ്പെട്ടു പോയി. പക്ഷെ അതിൻ്റെ ദുഃഖവും പേറി ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് വലിയ പ്രതീക്ഷയുമായിട്ടാണ്. വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മക്കളെ വളർത്തുന്നത്. അത് ഏതാണ്ട് തനിക്ക് സഹായം ലഭിക്കുന്ന, തനിക്ക് താങ്ങും തണലും ആയിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ മാതാപിതാക്കൾ എത്തിച്ചേരുന്ന ഒരു സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ട് മരണപ്പെട്ടു പോകുമ്പോൾ അത് താങ്ങാൻ കഴിയണം എന്നില്ല, പ്രത്യേകിച്ച് മാതാക്കൾക്ക്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇപ്രകാരം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതും ഇതുപോലെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായിട്ട് മാറി ഇനി സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാം എന്നൊക്കെ വാപ്പയും ഉമ്മയും തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഈ മകൻ്റെ അപകട മരണം സംഭവിച്ചത്. അത് താങ്ങാൻ കഴിയാതെ ആ മൃതദേഹം, ആ മയ്യത്ത് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൻ്റെ മകൻ്റെ മുഖം കാണുവാൻ പോലും കഴിയാതെ ആ ഉമ്മ തളർന്ന് വീണിട്ട് പിന്നെ ആ ഉമ്മ എഴുന്നേറ്റിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ കിടക്കയിൽ കിടന്ന് മരണപ്പെടുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ താങ്ങാൻ കഴിയില്ല. മാതാപിതാക്കൾ അത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ഈ ഒരു ചിന്തയുണ്ടാകണം. പടച്ചവൻ്റെ വിധിയാണ് മരണം. അല്ലാഹ് ഉദ്ദേശിക്കാതെ ആർക്കും മരിക്കാനായിട്ട് സാധ്യമല്ല. ഒരു കവിയുടെ വചനം, ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു വചനം ഇപ്രകാരമാണ്: വകം മിൻ ഫതാ അംസാ വഅസ്ബഹ ലാഹിക വഖദ് നുലിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ചെറുപ്പക്കാരാണ്, വകം മിൻ ഫതാ, എത്രയെത്ര ചെറുപ്പക്കാരാണ്, അംസാ വഅസ്ബഹ ലാഹിക, രാവിലെയും വൈകുന്നേരവുമൊക്കെ ചിരിച്ചും സന്തോഷിച്ചും അങ്ങനെ ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. വഖദ് നുലിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവൻ്റെ കഫൻ പുടവ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അവനത് അറിയുന്നില്ല. ഞാനും നിങ്ങളുമൊക്കെ ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരണം എൻ്റെ തൊട്ടു മുമ്പിലുണ്ട്, അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ കഫൻ പുടവ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കവിയുടെ വചനമാണെങ്കിലും അർത്ഥവത്തായ ഒരു വചനമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകമായി സൂക്ഷിക്കണം. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്: വലാ തുഹ്ലികൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങൾക്ക് നാശമുണ്ടാകരുത്. മരണം അല്ലാഹുവിൻ്റെ വിധിയാണ്, ശരി, പക്ഷെ എൻ്റെ അശ്രദ്ധ കൊണ്ട് എനിക്ക് ആപത്ത് സംഭവിക്കരുത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ വേഗത, അതിൻ്റെ ഒരു ബാലൻസ് എൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. അതില്ലാത്ത രൂപത്തിൽ ഒരുതരം ലഹരി മൂത്ത് അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടെ വാഹനം ഓടിക്കുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും, അത് ഏത് വിഷയത്തിലും, എൻ്റെ കാരണം കൊണ്ട് എനിക്ക് ആപത്ത് സംഭവിക്കരുത്. ഈ ഒരു ആയത്ത് നമ്മുടെ ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാകണം. നമ്മെ കാത്തിരിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വീട് നമുക്കുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവർക്ക് താങ്ങും തണലുമായി ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ എന്ന ഒരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആ നഷ്ടപ്പെട്ട മക്കൾ, അവരുടെ മാതാക്കൾക്ക് നീ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യണമേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. ആ നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരുടെ വാപ്പയും ഉമ്മയും അതുപോലെ അവരുടെ സഹോദരങ്ങൾ, അവർക്ക് നീ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, അവർക്ക് ഒരുമിച്ച്
അള്ളാഹുവിന്റെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഗസ്സയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സംരക്ഷിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അതുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹുവെ നിന്റെ സഹായം കൊണ്ട് നീ അവരെ സംരക്ഷിക്കണമേ. അതേപോലെ തന്നെ ഈ ശത്രുക്കളുടെ, ഈ അധിനിവേശ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുമ്മ റളഅൻ അർബഅത്തി ഖുലഫാഇർ റാഷിദീൻ വഅഫ്ളലി ഉമറാഇൽ മുർഷിദീൻ വഹുവൽ ഇമാമുശ് ശഫീഖ് وأمير المؤمنين أبو بكر الصديق رضي الله عنهم وأمير المؤمنين عمر بن الخطاب رضي الله عنهم وأمير المؤمنين عثمان بن عفان رضي الله عنهم وأمير المؤمنين علي بن أبي طالب رضي الله عنهم وعن بقية أصحاب رسولك صلى الله عليه وسلم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.